യേശുവിൻ്റെ പുനരുദ്ധാനം ഒരു ചരിത്ര സത്യമാണ്. ഇതിൽ വിശ്വാസവും കഥയോ മാത്രമല്ല. ഇതിന് 5 എവിഡൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ എന്നുള്ളത് ഷ്രൗഡ് ഓഫ് ടൂറിൻ. ഇത് യേശുവിനെ അടക്കിയ വസ്ത്രമാണ്. ഇതിൻ്റെ അകത്ത് കാണുന്ന മാർക്കുകൾ ഒരു പിഗ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ ചോര കൊണ്ടോ മാത്രം ഉണ്ടായതല്ല. ഇതൊരു റേഡിയേഷൻ എനർജി കാരണമാണെന്നാണ് പല ശാസ്ത്രജ്ഞന്മാരും ഈ ഇടയ്ക്ക് കണ്ടെത്തിയത്. രണ്ടാമത്തെ എവിഡൻസ് എന്നുള്ളത് യേശുവിനെ അടക്കിയ കല്ലറ 3 ദിവസത്തിന് ശേഷം അതിൽ ശരീരം ഉണ്ടായിരുന്നില്ല. ഇത് റോമൻ അധികാരികളും ജൂതൻ അധികാരികളും ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. മൂന്നാമത്തെ എന്നുള്ളത് 1 കൊരിന്ത്യൻസിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് 500-ലധികം പേർക്ക് യേശു ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ 500 പേര് ഒരുമിച്ച് യേശുവിനെ സ്വപ്നം കണ്ടതാവാൻ യാതൊരു സാധ്യതയുമില്ല. നാലാമതെന്നുള്ളത് അപ്പസ്തോലന്മാരുടെ ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അവരാദ്യം ഭീരുക്കളായിരുന്നു, പക്ഷേ യേശുവിൻ്റെ പുനരുദ്ധാനം അവർ കണ്ടതിന് ശേഷം അവർ ശക്തമായി വചനം പ്രഘോഷിച്ചു. അവരുടെ ജീവൻ വരെ പണയപ്പെടുത്തിയാണ് അവരത് ചെയ്തത്. അങ്ങനെ ഒരു കള്ളത്തിന് വേണ്ടി അവരത് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അഞ്ചാമതെന്നുള്ളത് പൗലോസ് അപ്പസ്തോലൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. ആദ്യം ക്രൈസ്തവരെ തേടി പിടിച്ച് ദ്രോഹിക്കുമായിരുന്നു പൗലോസ് അപ്പസ്തോലൻ. പിന്നെ യേശുവിനെ മരുഭൂമിയിൽ ഒരു ദിവസം കണ്ടതിന് ശേഷം പെട്ടെന്ന് വചനം പ്രഘോഷിക്കുന്നതിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. അങ്ങനത്തെ ഒരു മാറ്റം വരണമെങ്കിൽ പൗലോസ് യേശുവിനെ ശരിക്കും കണ്ടു കാണണം. ഈ 5 എവിഡൻസ് കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് യേശുവിൻ്റെ പുനരുദ്ധാനം ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണെന്നാണ്. വാട്ട് ഡു യു ഓൾ തിങ്ക്? ഫോളോ ഫോർ മോർ.